ഞാനിവിടെ വന്നപ്പോൾ ഞാനൊരു നല്ല പരിധിവരെ അപരിചിതനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനിക്കാണെങ്കിൽ കണ്ണമൂല സെമിനാറിൽ എൻ്റെ കൂടെ പഠിച്ച റെജിനാൾഡ് അച്ഛനെയും വിനോദ് അച്ഛനെയും മാത്രമേ പരിചയമുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എനിക്കൊരു നല്ല പരിധിവരെ നിങ്ങളുടെ ഇടയിൽ ഒരാളായി തീരുവാൻ സാധിച്ചു. ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ ലഭിച്ചത് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഞാൻ ഒരു വലിയ സ്കോളറൊന്നുമല്ല, പാസ്റ്ററൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ആ ബോധ്യത്തോടുകൂടിയാണ് അഭിവന്യ ബിഷപ്പ് എന്നെ വിളിച്ചത് എന്നും എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ റിട്രീറ്റിലും ഞാൻ നേതൃത്വം നൽകിയത് നമ്മൾ പങ്കുചേർന്നു. അത് എന്തുമാത്രമൊക്കെ പ്രയോജനകരമായി തീർന്നു എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്തുവാനും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു സന്തോഷകരമായ സംഗതിയാണ്. അതിലൂടെ മാത്രമേ റിട്രീറ്റ് പൂർണ്ണമാക്കപ്പെടുകയുള്ളൂ എന്നുള്ളതും ഞാൻ ബോധ്യപ്പെടുന്നു. ഇന്ന് ഒരർത്ഥത്തിൽ നമുക്ക് ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തമ്പിയച്ചൻ പറഞ്ഞതുപോലെ ചർച്ചയ്ക്ക് ഒരു വലിയ അവസരമുണ്ട്. അത് ഞാൻ ആദ്യം തൊട്ട് ജെയിംസ് അച്ഛനോട് പറയുന്നുണ്ട്, ചർച്ചയ്ക്ക് സമയം കൊടുക്കണം. കാരണം ചർച്ചയിൽ നിന്നാണ് എന്തെങ്കിലുമൊക്കെ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. വൺ സൈഡായിട്ട് ഒരാൾ പറഞ്ഞു കേട്ട് എന്തെങ്കിലുമൊക്കെ കുറിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നടത്തുന്ന ഈ റിന്യൂവൽ ക്യാമ്പുകൊണ്ട്, റിട്രീറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രായോഗിക തലത്തിൽ ഗുണകരമായ മാറ്റം ഉണ്ടാവണം. അത് ഈ ചർച്ചയിലൂടെ നടക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തന്ന ലെറ്ററിനകത്ത് പ്രീ ലെൻഡൻ റിട്രീറ്റ് എന്നുള്ള ഒരു വാചകം ചേർത്തു. അതുകൊണ്ട് ഇന്ന് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കും. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു വാചകം എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും. ലെൻഡ് ഈസ് ടു മെൻഡ് അസ്. ഒരു കൊച്ചു വാചകമാണ്. എത്രയോ വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അതാണ്. ലെൻഡ് ഈസ് ടു മെൻഡ് അസ്. മീൻ പിടിക്കാൻ പോകുന്നവർ കരയ്ക്ക് വന്നു കഴിയുമ്പോൾ വല നന്നാക്കുന്നത് നമ്മളൊക്കെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. യേശു ശിഷ്യന്മാരെ വിളിക്കുന്ന സമയത്ത് ഒരു വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. ഈ വല പൊട്ടിപ്പോയതിൻ്റെ ഉത്തരവാദി മീൻപിടുത്തക്കാരാണോ? ചിലപ്പോൾ ആയിരിക്കണമെന്നില്ല. മീനിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ വല പൊട്ടിപ്പോയി. അപ്പോൾ വല പൊട്ടിയതിൻ്റെ ഉത്തരവാദിത്വം ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് മീൻ പിടുത്തക്കാരൻ്റെ ഉത്തരവാദിത്വമാണ് പൊട്ടിപ്പോയ വല വീണ്ടും അതിൻ്റെ തൽസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചില പൊട്ടലുകൾ സംഭവിച്ചു കാണും. നമ്മുടെ ആരാധനയിലൊക്കെ നമ്മൾ പറയുന്ന വാക്യമാണ്, പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പാപം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി കാണും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചേരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല എന്ന് ഞങ്ങൾ അവിടുത്തെ മാറ്റിൻ ശുശ്രൂഷയിൽ സ്ഥിരം പറയുന്ന ഒരു വാചകമാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ചേരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൗഖ്യം നഷ്ടപ്പെടുന്ന, പൂർണ്ണത നഷ്ടപ്പെടുന്ന ജീവിത അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ചില
പൊട്ടലുകളൊക്കെ തിരുത്തുവാൻ നമുക്ക് സാധിക്കും. അതാണ് എൻ്റെ ഈ കൺക്ലൂഡിങ് സെഷനിൽ ഞാൻ ആഗ്രഹിക്കുന്ന സംഗതി. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്നൈയിൽ അച്ഛനായിട്ടിരുന്നു. ഒരു മലയാളം പള്ളിയുണ്ട്. അന്ന് എനിക്ക് ആ പള്ളി ഒരു സ്കൂട്ടർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു LML വെസ്പ. അതിൻ്റെ ചിലവ് മുഴുവൻ പള്ളിയുടേതാണ്. ഒന്നും ഞാൻ അറിയണ്ട, പെട്രോൾ അടിക്കാൻ പോകും. അപ്പോൾ ഞാൻ ഈ സ്കൂട്ടർ ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഈ സ്കൂട്ടർ ഒത്തിരി നാളിന് ശേഷം ഞാൻ ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് എൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 8-10 കിലോമീറ്ററേ ഉള്ളൂ. 40-45 കിലോമീറ്റർ അന്നതിന് മൈലേജ് കിട്ടേണ്ടതാണ് കമ്പനി പ്രകാരം. എൻ്റെ സ്കൂട്ടറിന് 8-10 ഉള്ളൂ. പള്ളിയുടെ പെട്രോള് ഞാൻ നോക്കുന്നില്ല. ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടുന്നുണ്ട്, പക്ഷേ ഓടേണ്ടതുപോലെ ഓടുന്നില്ല. ഒത്തിരി കരടും മാലിന്യമൊക്കെ കയറി അതിരിക്കുകയായി. നമ്മളെല്ലാം ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടുന്നുണ്ട്, പക്ഷേ ഓടേണ്ടതുപോലെയുള്ള ഓട്ടമാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആത്മപരിശോധന ഈ വർഷത്തെ നമ്മളുടെ ധ്യാനത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ പാടി തുടങ്ങിയ പാട്ട് പാടി ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Spirit of the living God, fall afresh on me. Spirit of the living God, fall afresh on me. Break me, melt me, mold me and fill me. Spirit of the living God, fall afresh on me. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. ഇന്നത്തെ നമ്മളുടെ ധ്യാനം ഈ ഒരൊറ്റ ഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ വേദപുസ്തക ധ്യാനത്തിൽ, പള്ളിയിലെ പ്രസംഗത്തിൽ ഞാൻ അവലംബിക്കുന്ന രീതി ഒറ്റ പാസേജാണ്. ഞാൻ അന്നത്തെ 3 ഭാഗങ്ങളിൽ നിന്നും ഓരോന്നോരോന്ന് പറയാൻ ശ്രമിക്കാറേയില്ല. അത് എൻ്റെ ഒരു ബോധ്യമനുസരിച്ച് ഈ പല പാസേജിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് പലപ്പോഴും പോകാൻ സാധിക്കുന്നില്ല. അപ്പം പ്രസംഗം ഉണ്ടാക്കാൻ എളുപ്പം 1-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, പിന്നെ വേണേൽ സങ്കീർത്തനം വിട്ടോട്ട് സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പ്രസംഗം ഉണ്ടാകും എന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ ഒരു ഭാഗം നമ്മൾ കുറേ കൂടെ ആഴമായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും ശ്രമിക്കണമെങ്കിൽ
അതിന് നമ്മൾ കുറേ സമയം ചെലവഴിച്ചാൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു എക്സിജറ്റിക്കൽ പ്രിപ്പറേഷനാണ് ഞാൻ സാധാരണ അവലംബിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ ബോധപൂർവം അങ്ങനെ ഒരു ശ്രമമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഈ ടീമുമായിട്ടെല്ലാം ചേർത്ത് മിനിസ്റ്ററും ഇതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ണമൂല വൈദിക സെമിനാരി പഠിച്ച ആരെങ്കിലും ആ സമയത്തുണ്ടെങ്കിൽ ഓർക്കും. അന്ന് ഈ നിയോഗ ശുശ്രൂഷ കമ്മീഷനിങ് സർവീസിൽ പ്രസംഗിക്കാൻ വന്നത് മധ്യകേരള മഹായിടവയുടെ മുൻ ബിഷപ്പായിരുന്ന തോമസ് ശാമുവൽ തിരുമേനി. തോമസ് ശാമുവൽ തിരുമേനി അന്ന് കോട്ടയത്തു നിന്ന് തിരുവനന്തപുരം വരെ വന്നു കഴിഞ്ഞിട്ട് തിരുമേനി പറഞ്ഞു, ഞാൻ ഇന്നൊരു കഥ പറയാനാണ് വന്നെന്ന് പറഞ്ഞു. അന്ന് അത് കേട്ടിരുന്ന മിക്കവർക്കും വലിയ സങ്കടം തോന്നി. അദ്ദേഹം കോട്ടയത്തു നിന്ന് വെറുതെ മെനക്കെട്ട് ഈ കാറും ഓടിച്ച് തിരുവനന്തപുരം വരെ വന്നത് ഒരു കഥ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനും ഒന്ന് തിരുവനന്തപുരം പള്ളിയിലെ അച്ഛനായിരുന്നു, ഞാനും പോയി അവിടെ ഇരിപ്പുണ്ട്, ഈ കഥ കേട്ടു. പക്ഷെ ആ കഥ ഇന്ന് വരെ ഞാൻ മറന്നിട്ടില്ല. കഥയുടെ ചുരുക്കം ഇതാണ്. ഒരു കൊച്ചു പയ്യൻ, അവൻ എന്നും രാവിലെ അവൻ്റെ അപ്പച്ചൻ ഒരു ചാരുകസേരയെ കിടക്കുമ്പോൾ, അപ്പച്ചൻ ചാരുകസേരയെ പത്രമൊക്കെ വായിച്ചിങ്ങനെ കിടക്കും. അപ്പോൾ അപ്പച്ചൻ്റെ അടുക്ക വന്ന് അവൻ പറയും, അപ്പച്ച എനിക്ക് ഈ വേദോത്സവം വായിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ അപ്പച്ചൻ അവനോട് പറഞ്ഞു, മോനെ നീ അതിൻ്റെ അപ്പുറത്ത് എരുത്തില്ലേ പശുവിനെ കെട്ടുന്ന സ്ഥലത്ത് ഒരു ചാണകം വാരുന്ന കൊട്ട കിടപ്പ്, നീ ഈ കൊട്ട എടുത്തോണ്ട് അങ്ങ് താഴെ തോട്ടി പോയിട്ട് ഒരു കൊട്ട വെള്ളം കോരിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. കൊച്ചി ചെറുക്കനാണ്. അപ്പോൾ അവൻ ഓടി ഈ കൊട്ടയും കൊണ്ട് പോവും. അവൻ ഈ കൊട്ടയ്ക്കകത്ത് വെള്ളം കോരി ഇവിടെ കൊണ്ടു. അപ്പോൾ അപ്പച്ചൻ വെച്ചിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും അപ്പച്ചൻ ഇതേ സംഭവം അപ്പച്ചൻ്റെ അടുക്ക് അവൻ വരുമ്പോൾ അപ്പച്ചൻ അവനോട് പറയും, മോനെ ഈ കൊട്ട കൊണ്ടുപോയി വെള്ളം കോരിക്കൊണ്ടു. ഇങ്ങനെ 4 ദിവസം ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ മോൻ ചോദിച്ചു, എൻ്റെ അപ്പച്ച ഇതെന്നാ പരിപാടി? എനിക്ക് ഈ വേദോത്സവം വായിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പച്ചൻ എന്നോട് പറയും, ഈ ചാണകക്കൊട്ട എടുത്തുകൊണ്ട് പോയി വെള്ളം കോരിക്കൊണ്ട് വരാൻ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എടാ നീ ഇനി ആ കൊട്ടയിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അവൻ കൊട്ടയിൽ സൂക്ഷിച്ചുകൊണ്ട് അപ്പച്ചാ ആ കൊട്ടയിലെ ചാണകം മുഴുവൻ അങ്ങ് പോയി, ആ കൊട്ടയെല്ലാം ഒത്തിരി അങ്ങ് വൃത്തിയായെന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചൻ മോനോട് പറഞ്ഞടാ, എനിക്ക് ഈ വേദോത്സവം വായിക്കുന്ന എല്ലാം ഒന്നും മനസ്സിലാകുന്നൊന്നുമില്ല, പക്ഷേ ഞാനിത് നിരന്തരം വായിക്കുമ്പോൾ അതെന്നെ ഇങ്ങനെ നിരന്തരം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. 3 വർഷം 4 വർഷം ആ സെമിനാരിൽ പഠിച്ച നിയോഗ ലഭിച്ച സുവിശേഷ പ്രവർത്തനം പൂർണ്ണതോതിൽ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളോട് തിരുമേനി പറഞ്ഞ കഥ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ദൈവവചനത്തോട് നമ്മൾ എത്രയും അടുക്കുമോ അത്രയും അത് നമ്മളെ നിരന്തരം ശുദ്ധീകരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കണം. അതുകൊണ്ട് നമ്മളുടെ ശുശ്രൂഷയിൽ ദൈവവചനത്തോട് നമുക്ക് ഒരു വലിയ ആഴമേറിയ ബന്ധം ഉണ്ടാവണം. നമ്മളെല്ലാം ഒത്തിരി പ്രസംഗിക്കുന്നവരാണ്, പക്ഷേ നമ്മൾ അത്രയും ദൈവവചനത്തോട് അടുത്ത് ഒരു ധ്യാനാത്മക അനുഭവത്തോടെ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന നമുക്കൊക്കെ ആവശ്യമാണ്. ഓരോ ദിവസവും ഒരച്ഛൻ എന്ന നിലയ്ക്ക് നമ്മൾ ദൈവവചനം ധ്യാനിക്കുവാൻ വേണ്ടി ഒരു ആഡിക്വേറ്റ് ടൈം അതെത്ര ആണെന്നുള്ള ഓരോരുത്തർക്കും നിശ്ചയിക്കും. അത് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന. ഇന്നലെ എനിക്ക് ഇവിടെ നിന്ന് ഗിഫ്റ്റായി തന്ന പുസ്തകത്തിൽ ഇന്നത്തേക്ക് നൽകിയിരിക്കുന്ന ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന ജീസസ് ഈസ് ഐ ആം, അതാണ് എൻ്റെ അവസാനം.
നമ്മളുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെയൊക്കെ പ്രയാസ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എപ്പോഴും നമ്മളോട് കൂടിയിരിക്കും ദൈവം. അയാം ഹു അയാം എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ധ്വനി അതിനകത്ത് നൽകിയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ റിട്രീറ്റിൽ കൊണ്ട് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ദൈവവചനത്തിലൂടെ നമുക്ക് സാധ്യമായി തീരണം. അത് നമ്മളുടെയൊക്കെ മാലിന്യങ്ങളെ മാറ്റിക്കളയുവാൻ പര്യാപ്തമായ ഒന്നായി തീരണം എന്നുള്ള ആഗ്രഹം. അച്ഛന്മാരായിട്ട് ഇന്നത്തെ ലോകത്ത് ശുശ്രൂഷ ചെയ്യുന്നത് ഒരുപക്ഷെ പണ്ടത്തെ ലോകത്തേക്കാൾ വലിയ പ്രയാസം. കുറച്ച് നാൾ മുമ്പ് ഞാൻ വായിച്ചതും നിങ്ങൾ പലരും വായിച്ചതുമായ ഒരുപക്ഷെ കുറേ വാചകങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങുവാനാണ് ആഗ്രഹിച്ചത്. ഇഫ് ദ പാസ്റ്റർ ഈസ് യങ്, congregation say he lacks experience. If his hair is grey, then the congregation say he is too old for the young people. If he preaches from the notes, then they say he is too dry. If his message is extemporaneous, then they say he is not deep. If he drives an old car, they may say he or she shames his congregation or her congregation. If he drives a new car, then he is setting his affections on earthly things. അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്തിൽ എങ്ങനെയാ ശുശ്രൂഷക്കാരായിട്ട് ഇരിക്കാൻ ഒക്കുന്നത്? ഇപ്പോൾ ആരോ പറഞ്ഞു, ദ ഐഡിയൽ പാസ്റ്റർ ഈസ് 25 years old and 50 years preaching experience. അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്തിൽ നമുക്ക് എഫക്റ്റീവ് പാസ്റ്ററായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ്ങാണ്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു ചലഞ്ചിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാസ്റ്റർ എപ്പിസോഡിൽ നിന്നുള്ള ഈ 2 വാക്യങ്ങൾ ഇന്ന് ധ്യാന വിഷയമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഇത് വളരെ ലളിതമായൊരു ഭാഗമാണ്, നമുക്കാർക്കും പുതിയൊരു ഭാഗമല്ല. ആവർത്തന വിരസത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ഒരു വാക്യത്തിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഇവിടെ ഒന്നാമതായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിച്ച് ഇന്നലെ അഭിമന്യ ബിഷപ്പും പറഞ്ഞ സംഗതിയാണ് ദ കോൾ, വിളി. ഇത് വളരെ ലളിതമായ ഭാഗമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കുറെ കൂടെ നമ്മൾ ഈ ഭാഗത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനകത്ത് കുറെ ആഴങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. തീമോഥെയോസ് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ഭാഗം തുടങ്ങുന്നതായിരിക്കാം നല്ലത് എന്ന് ഞാൻ കരുതുന്നു. 4-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യുവാവ് എന്ന് നമ്മൾ കാണും. ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ്, ഇമ്മച്വർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തീമോഥെയോസിനെ വിവരിക്കാൻ സാധിക്കും. അപ്പോൾ തീമോഥെയോസ് ഒരു ഇമ്മച്വറാണ്, അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല, യുവാവാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അടുത്ത പുസ്തകത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്ന ഒരു തിമിട്ടാണ്, നാണം കുണുങ്ങി, ഭീരു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തീമോഥെയോസിനെ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും നമ്മൾ ആദ്യം വായിച്ച പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരാമെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു സംഗതി അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലൊക്കെ രോഗമുള്ള വ്യക്തിയാണ്, ശാരീരിക രോഗബാധിതനാണ്, ഗ്യാസ്ട്രോസെൻട്രിക് പ്രോബ്ലം ഒക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. കൂടെയൊക്കെ ക്ഷീണം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയാണ് തീമോത്തിയോസ് എന്ന് ഈ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ടൈറ്റിൽ, അതാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിച്ചത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ്. അപ്പോൾ യുവാവായിരുന്നു, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്, ടിമിഡാണ്, നാണം കുണുങ്ങിയാണ്, ഭീരുവാണ്, ശാരീരിക രോഗബാധിതനാണ്, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുന്ന വ്യക്തിയാണ്, ഒത്തിരി ബലഹീനതയുള്ള വ്യക്തിയാണ്. പക്ഷെ അവന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നീയോ ദൈവത്തിൻ്റെ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ്. ഇത് സെമിറ്റിക് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു പ്രയോഗമാണ് എന്ന് നമ്മളൊക്കെയും പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിലെ തലമുതിർന്ന നേതാക്കന്മാർക്ക് നൽകിയിരുന്ന ടൈറ്റിലാണ് മാൻ ഓഫ് ഗോഡ്. ഇസ്രായേലിന്റെ വിമോചന പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന മോശയ്ക്ക് ഈ പേര് നൽകിയത് ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ മോശ ഇത്രയും വലിയ വിമോചന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയ മോശയ്ക്ക് നൽകിയിരിക്കുന്ന വാക്കാണ് മാൻ ഓഫ് ഗോഡ്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ രാജഭരണത്തിലേക്ക് ഇസ്രായേൽ മക്കളെ നയിച്ച ന്യായപാലകനായ ശമൂവേലിന് നൽകിയിരിക്കുന്ന പ്രയോഗമാണ്, ടൈറ്റിലാണ് മാൻ ഓഫ് ഗോഡ്. സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ ഏലിയാവ്, അത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 18-ാമത്തെ വാക്യം. ആ ഏലിയാവിന് നൽകിയിരുന്ന ടൈറ്റിലാണ് മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ. ധനിക കുടുംബത്തിൽ ജനിച്ച് ഇസ്രായേലിൽ ഏറ്റവും പ്രമുഖനായ പ്രവാചകന്മാർ ഒരാളായിരുന്ന ഏലിശ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഏലിശായിക്ക് നൽകിയ ടൈറ്റിലാണ് മാൻ ഓഫ് ഗോഡ്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, പുതിയ നിയമത്തിൽ ആകെ ഒരു വ്യക്തിക്ക് ഈ ടൈറ്റിൽ നൽകിയിട്ടുള്ളൂ, അത് തീമോത്തിയോസ്. മറ്റാർക്ക് ഈ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള ടൈറ്റില് നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഈ തീമോത്തി എന്ന് പറയുന്നത് ഹി റെപ്രസെന്റ്സ് ദി ഓർഡൈൻഡ് മിനിസ്റ്റർ. ഒരു പട്ടക്കാരനെ സൂചിപ്പിക്കുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ അത് പറയുവാനുള്ള കാരണം ആ 12-ാമത്തെ വാക്യത്തിലുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നു,
നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. യു മെയ്ഡ് യുവർ കൺഫെഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് മെനി വിറ്റ്നസസ്. ഇത് ഇൻസ്റ്റലേഷൻ ഓഫ് ആൻ ഓഫീസ് ആയി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന പല ആളുകളുടെയും ചിന്ത. ഹോമോലോഗിയ എന്ന് പറയുന്ന കൺഫെഷൻ ഒരു ഇൻസ്റ്റലേഷനെ ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ച സംഗതി, ഈ തീമത്യോസിനെ പോലെ സാധാരണ പശ്ചാത്തലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ടൈറ്റിലാണ് മാൻ ഓഫ് ഗോഡ്. നമുക്ക് ഒരു വലിയ ടൈറ്റിൽ ഓഫ് ഓണറാണ് ഈ പട്ടത്തെ ശുശ്രൂഷയോട് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മളുടെ പഴയകാല ചരിത്രത്തിന് അത് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ നമുക്ക് ഒരു വലിയ ബഹുമാനം ദൈവം തമ്പുരാൻ നൽകിയിരിക്കും. നാം ആരാകുന്നു എന്ന അവബോധം ശുശ്രൂഷയുടെ പ്രതിസന്ധികളിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പരിമിതി ഉള്ളപ്പോഴും നമ്മളെ ദൈവം വിളിച്ച് ഒരു വലിയ ടൈറ്റിൽ, ഒരു ബഹുമാനമുള്ള പദവി ദൈവം നമുക്ക് നൽകിയിരിക്കും. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കരുത്, ഞാൻ എൻ്റെ തനിനിറം കാണിക്കാൻ ഇട നൽകലെന്ന്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം കയറി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൈറ്റിൽ ഓഫ് ഓണർ, ആ പദവിയുടെ മഹത്വം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. നമുക്ക് പ്രയാസമുണ്ടാവാം, ജനം നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞെന്ന് വരാം, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒത്തിരി സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പോയെന്ന് വരാം. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൈറ്റിൽ, അതിൻ്റെ മഹത്വം നമ്മൾ ഒരിക്കലും കളയണം. നമ്മൾ എന്താണ് എന്നുള്ള ആ ബേസിക് നോളജ്, ഇതാണ് പ്രധാനമായിട്ട് കോളുമായിട്ട് അടിസ്ഥാനപ്പെടുത്തി പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. നമുക്ക് പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതിയൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ ഒരു വലിയ ടൈറ്റിൽ ഓഫ് ഓണർ, ഒത്തിരി പ്രമുഖരായ ആളുകൾക്ക് ലഭിച്ച ടൈറ്റിൽ ഓഫ് ഓണർ നമുക്ക് ലഭിച്ചിരിക്കും. ആ പദവിയുടെ മഹത്വം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. അതിനോട് ചേർന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സംഗതി, ആദ്യത്തേത് കോൾ, രണ്ടാമത്തേത് ദ ചലഞ്ച്. ഈ കോളിൻ്റെ പിന്നാലെ വരുന്ന സംഗതി ചലഞ്ചാണ്. നമ്മൾ ആ ഭാഗത്ത് കാണുന്ന നീയോ ദൈവത്തിൻ്റെ മനുഷ്യൻ ആയുള്ളവൻ, ബട്ട് ആസ് ഫോർ യു, RSVയിലൊക്കെ നമ്മൾ കാണും. അല്ലെങ്കിൽ ബട്ട് യു എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യൻ സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ പാടില്ല. ബട്ട് ആസ് ഫോർ യു, നീയോ ദൈവത്തിൻ്റെ മനുഷ്യൻ ആയുള്ളവേ. അപ്പോൾ ആ കോൺട്രാസ്റ്റ്
ആ വൈപരീത്യം ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ബട്ട് എന്നുള്ള ഇംഗ്ലീഷ് പ്രാവശ്യം. എന്നാൽ നീയോ, ഈ വില്യം ബാർക്ലയുടെ പുസ്തകമായിരുന്നു ഞങ്ങളൊക്കെ ആ പ്രായത്തുള്ളവരൊക്കെ അച്ഛനായ സമയത്ത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം. അന്ന് അത്രയൊന്നും നമുക്ക് ഇംഗ്ലീഷ് കമൻട്രികളൊന്നും ലഭ്യമല്ലായിരുന്നു, അത്രയും അഫോർഡബിൾ അല്ലായിരുന്നു. ഈ വില്യം ബാർക്ലയുടെ പുസ്തകം കുറേ വിലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ അത് ഒത്തിരി വായിച്ചിരുന്നു. അതിനകത്ത് ഒരു വാചകം എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന, അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് ബി ലൈക്ക് എ ക്യാമിലിയൻ വിച്ച് ടേക്സ് കളർ ഫ്രം ഹിസ് സറൗണ്ടിങ്സ്. നമ്മളെ വെറും ഒരു നാടൻ പരിഭാഷ മലയാള പരിഭാഷ വരുത്തിയാൽ ഓന്ത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കരുത്. ഡോണ്ട് ബി ലൈക്ക് എ ക്യാമിലിയൻ വിച്ച് ടേക്സ് കളർ ഫ്രം ഹിസ് സറൗണ്ടിങ്സ്. എവിടെ ചെന്നാലും അതിനനുസരിച്ചുള്ള കളർ സ്വീകരിക്കുന്നവർക്കാവാം ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ എളുപ്പം. പക്ഷെ ക്രിസ്ത്യൻ മിനിസ്റ്റർ ഡോണ്ട് ബി ലൈക്ക് എ ക്യാമിലിയൻ വിച്ച് ടേക്സ് കളർ ഫ്രം ഹിസ് സറൗണ്ടിങ്, ബട്ട് യു, നീയോ. മറ്റാരെന്ത് ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രസക്തിയൊന്നുമല്ല. ബട്ട് യു, പുറമേയുള്ള ലോകത്തിൻ്റെ സ്വാധീനം എല്ലാ കാലത്തുമുണ്ട്. ദൈവിക പ്രമാണങ്ങളോടുള്ള എതിർപ്പ് ഇന്നും പ്രബലമാണ്. എന്നാൽ അങ്ങനെ ഒരു ലോകത്തിൽ നീ വ്യത്യസ്തനായിരിക്കും. ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ചലഞ്ച്. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ടൈറ്റിലാണ്. ആ ടൈറ്റിലിൻ്റെ മാന്യത നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കുവാൻ പാടില്ല. ഈ സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം നമ്മളൊക്കെ ഒത്തിരി വായിച്ചിട്ടുള്ളത്. അതിനകത്തെ ഒരു സാധു സുന്ദർ സിംഗിൻ്റെ വാചകങ്ങളൊക്കെ വളരെ ലളിതമാണ്. അതിലൊരു വാചകമുണ്ട്, വള്ളം വെള്ളത്തിലാണെങ്കിലും വെള്ളം വള്ളത്തിലായാൽ വള്ളം മുങ്ങിപ്പോവും. അത്രയോ. വള്ളം എടുത്തുകൊണ്ട് കരയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം. വള്ളം വെള്ളത്തിൽ മാത്രമേ വള്ളത്തിന് പ്രസക്തിയുള്ളൂ. പക്ഷേ വള്ളം വെള്ളത്തിലാണെങ്കിലും വെള്ളം വള്ളത്തിലായ വള്ളം മുങ്ങിപ്പോവും. നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ മാത്രമേ ജീവിക്കാനൊക്കത്തുള്ളൂ. മലബാർ പ്രദേശങ്ങളിലെ നിങ്ങളുടെ ശുശ്രൂഷയൊക്കത്തുള്ളൂ. പക്ഷെ അവിടുത്തെ ലോക താല്പര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ നമ്മളുടെ ജീവിതം തകർന്നു. ബട്ട് യു, അവിടെയാണ് വെല്ലുവിളി. ആ വെല്ലുവിളി കുറെ കൂടെ ആഴത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ തുടർന്ന് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു രണ്ട് അപ്രോച്ചാണ്. ഒന്ന് റണ്ണിങ് എവേ ആൻഡ് വൺ ഈസ് റണ്ണിങ് ടു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടണം. ഫ്ലീ ഫ്രം ഓൾ ദിസ്. അതാണ് അവിടുത്തെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനെ ഇത് വിട്ട് ഓടണം. റണ്ണിങ് എവേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട ചോദ്യം, എന്ത് വിട്ടാണ് ഓടേണ്ടത്? നമുക്കെല്ലാം അറിയാം ആ ചോദ്യം. അപ്പോൾ ഈ പാസ്റ്ററൽ എപ്പിസ്റ്റലിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, യു മസ്റ്റ് റൺ അവേ ഫ്രം യൂത്ത്ഫുൾ പാഷൻ. കാരണം യുവാവാണെന്ന് പറഞ്ഞു. യു മസ്റ്റ് റൺ അവേ ഫ്രം ഇമ്മോറാലിറ്റി. അതും ഈ കോണ്ടെക്സ്റ്റിൽ വളരെ ചേർന്ന് പോകും. യു മസ്റ്റ് റൺ അവേ ഫ്രം ഫോൾസ് ടീച്ചിങ്. ദുരുപദേശം വിട്ടോടണം എന്ന് പറഞ്ഞാലും ചേർന്ന് പോകും. ക്വാറൽസ്, വഴക്കിന്ന് വിട്ടോടണം. എൻവി, അസൂയ വിട്ടോടണം. ഇതെല്ലാം ലാർജർ കോണ്ടെക്സ്റ്റിൽ വളരെ സത്യമാണ്.
എന്നാൽ ഇവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് പലപ്പോഴും നമ്മൾ കാണാതെ പോകും. ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നുമുണ്ട്. ഇവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ. അത് നമ്മുടെ എല്ലാം വേദോസ്തം ഇരിപ്പുള്ളതുകൊണ്ടെന്ന് നോക്കിക്കോ. അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്ത് പറഞ്ഞിരിക്കുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്നു, ബഹുദുഃഖങ്ങൾക്ക് അധീനരായി. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനെ അത് വിട്ട് ഓടും. അപ്പോൾ ഇവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഗ്രീഡ് ഓഫ് മണി. ദൈവത്തിൻ്റെ മനുഷ്യൻ ഈ ദ്രവ്യാഗ്രഹം വിട്ട് ഓടണം എന്നുള്ള അതിശക്തമായൊരു ദൂതാണ്. ആഖാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് എഴുതാമോ? ആഖാൻ. നമ്മുടെ പേര് തന്നെയാണ്, അച്ഛൻ തന്നെയാണ്. സ്പെല്ലിംഗ് തെറ്റുണ്ടോ? ഇല്ലല്ലോ. ACHAN ആഖാൻ. അച്ഛൻ EN ഉണ്ടോ? ഞങ്ങളുടെയൊക്കെ അച്ഛൻ AN. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഗതി, ഒരു ക്രിസ്ത്യൻ മിനിസ്റ്റർ, ഒരച്ഛൻ ഈ പണവുമായുള്ള ബന്ധത്തിൽ അല്ലെ ദ്രവ്യാഗ്രഹം വിട്ട് ഓടുന്ന വ്യക്തിയാണ്. ആഗോളവൽക്കരണം നമ്മളൊക്കെ ഒത്തിരി പറയുന്ന വാക്കാണ്, ഗ്ലോബലൈസേഷൻ. അത് നൽകിയ വലിയ തെറ്റായ ഒരു ശക്തീകരണം എന്ന് പറയുന്നത് എല്ലാം ഭൗതികതയുടെ അളവുകോലിൽ അളക്കുക എന്നുള്ളത്. പണമില്ലാത്തവൻ പിണം, ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഭൗതിക സമ്പത്ത് കരഗതമാക്കുവാനുള്ള ഓട്ടമായിട്ട് ജീവിതം ഇന്ന് പൊതുവെ അധപ്പതിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റൽ ക്രൈസിസ് ആണ് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണും. അവിടെ ദൈവത്തിൻ്റെ മനുഷ്യൻ, പ്രസ്ബിറ്റർ, അച്ഛൻ അത് വിട്ട് ഓടണം. പണം ന്യൂട്രലാണോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പണം എന്ന് പറയുന്ന ഒരു ന്യൂട്രലാണ്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചിന്ത. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്കറിയാം. ദൈവത്തെയും മാമോനെയും നമുക്കൊന്നിച്ച് സേവിക്കാൻ ഒക്കത്തില്ല. ഈ മാമോനാരാ? പിശാച്. രണ്ട് കൊമ്പുള്ള ആ സാധനത്തെയാണ് നമുക്ക് ഇവിടെ ഓർക്കാൻ എളുപ്പം. അപ്പം നമുക്ക് എളുപ്പമാണ്. അപ്പം ദൈവത്തെയും മാമോനെയും നമുക്ക് ഒന്നിച്ച് സേവിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ, ദൈവത്തെയും പിശാചിനെ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ, നമ്മളെല്ലാം പഠിച്ച പോലെ, ഇത് വെൽത്തിനുള്ള അരാമ്യ പദമാണ്. മാമൻ, പണം. അപ്പോൾ യേശു കൃത്യമായിട്ട് പറയുകയാണ്, ഇതൊരു റൈവൽ ഗോഡാണ്, ഇതൊരു മറ്റൊരു ദൈവമാണ്. പണം എന്ന് പറയുന്ന ന്യൂട്രലല്ല, പണം മറ്റൊരു ദൈവമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമൻ. ഇത് അരാമ്യ പദമാണ്, നമുക്കെല്ലാം അറിയാം. ന്യൂ ടെസ്റ്റ്മെന്റിൽ അല്പമെങ്കിലും പഠിച്ച എല്ലാവർക്കും അറിയും. അപ്പോൾ
നമ്മളുടെ മേൽ ആധിപത്യം ചെലുത്തുവാൻ ശ്രമിക്കുന്ന മറ്റൊരു ദൈവമാണ് പണം. ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായി കാണുന്നത്. പണത്തോട് നമുക്ക് ആർത്തി വർദ്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള ആർത്തി നമുക്ക് കുറയും. അവിടെയാണ് ആഖാന്റെ കഥയൊക്കെ നമ്മുടെ കഥയുമായിട്ട് ചേർത്ത് കൊണ്ടുപോവുക. ബോൺഹോഫർ നമ്മളൊക്കെ ധാരാളം കേൾക്കുകയും പറയുകയും ചെയ്യുന്നു. അവർ ഹാർട്ട്സ് ഹാവ് റൂംസ് ഓൺലി ഫോർ വൺ ഓൾ എംബ്രേസിംഗ് ഡിവോഷൻ ആൻഡ് വി ക്യാൻ ഓൺലി ക്ലീവ് ടു വൺ ലോർഡ്. നമുക്ക് രണ്ട് ദൈവത്തോട് ഒരിക്കലും ഒരുപോലെ ക്ലീവ് ചെയ്ത് ചേർന്ന് പോകുവാൻ സാധ്യമല്ല. രണ്ട് വള്ളത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ വലിയ ചലഞ്ചാണ്. എനിക്ക് തീമോഥെയോസിന്റെ ലേഖനത്തിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിലെ വാക്യം വളരെ ഇഷ്ടമുള്ളതാണ്. ഞാൻ എൻ്റെ അടിസ്ഥാന ശുശ്രൂഷയെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനകത്തൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷ സ്ഥിരം പറയുന്ന വാക്യം, ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയും. എന്നാൽ അതിനോട് ചേർന്നുള്ള വാക്യം പലപ്പോഴും നമ്മൾ കണ്ണടച്ച് പോകുന്നൊരു വാക്യമാണ്. ഉണ്മാനും ഒടുക്കുവാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കൊടുങ്ങുകയും പിന്നെ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യും എന്നവിടെ പറഞ്ഞിരിക്കാം. അപ്പോൾ പൗലോസ് അവിടെ നൽകുന്നൊരു വലിയ ശക്തീകരണം സിംപ്ലിസിറ്റിയാണ്. ഉണ്മാനും ഒടുക്കാനുണ്ടെങ്കിൽ മതി. അത്രയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ ഈ പണത്തോടുള്ള അമിതമായ കൊതിയുടെ കെണിയിൽ നമ്മൾ പെട്ടുപോകത്തില്ല. വി മസ്റ്റ് റൺ അവേ ഫ്രം ദിസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ സ്വീകരിക്കുവാൻ ശ്രമിച്ച സംഗതികൾ ഒന്നാണ്. ഞാൻ സാധാരണ എൻ്റെ അനുഭവങ്ങളൊന്നും അങ്ങനെയൊന്നും പറയാറില്ല ഒരിടത്ത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊന്നും പറയാറില്ല. ഇപ്പം ഇവിടെ എന്നെ നിങ്ങൾക്കാർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടും അത് പറഞ്ഞ വല്ല കുഴപ്പമില്ലാത്തതുകൊണ്ടും ഒക്കെ ഞാൻ ചില അനുഭവങ്ങൾ, ഇന്നലെ എന്നോടായിരുന്നു ചില അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ കൊള്ളാമെന്ന്. ഞാൻ 89 അച്ഛനായി. എൻ്റെ ഭാര്യയ്ക്ക് സാമാന്യ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ജോലിക്കൊന്നും പോകണ്ട എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ജോലിക്കൊന്നും പോയില്ല. ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു. അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്ന സംഗതി, ഞാൻ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ഞാനൊരു പള്ളി ശുശ്രൂഷ ചെയ്താൽ എനിക്ക് ആ പള്ളി ഔദ്യോഗികമായി തരുന്ന കാശല്ലാതെ വേറൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അത് സ്നാനം നടത്തിയാലും മേടിച്ചിട്ടില്ല, കല്യാണം നടത്തിയാലും മേടിച്ചിട്ടില്ല, ശവസംസ്കാരം നടത്തിയാലും മേടിച്ചിട്ടില്ല. എൻ്റെ പള്ളിയിൽ എന്നെ ഏൽപ്പിച്ചു വിട്ട ശുശ്രൂഷയ്ക്ക് ആ പള്ളി എന്ത് തരുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്രമപ്രകാരം തരുന്നു, എല്ലാവർക്കും അറിയാവുന്ന എന്താണോ അത് ഞാൻ സന്തോഷത്തോടെ മേടിച്ചു. അതുകൊണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ മഹാലിലെ ഒരു ബിഷപ്പിനെയും ഒരു പാസ്പോർട്ട് സെക്രട്ടറിയെയും ഒരു കമ്മിറ്റിയെയും ഒരു ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ കണ്ടിട്ടുമില്ല. എനിക്ക് എവിടെ വെച്ചാലും ഒരു കുഴപ്പമില്ല. കതിരിലിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, കല്ലുമല ഇരുന്നാലും കുഴപ്പമില്ല. ചില രണ്ട് എക്സ്ട്രീംസൊക്കെ ഇരുന്നിട്ടുണ്ട്. അതൊക്കെ കാരണം എനിക്ക് എവിടെ ഇരുന്നാലും നമ്മുടെ വരുമാനം ഒന്നാണ്. പിന്നെ ഞാൻ ചാകും. അതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ഈ 36 വർഷത്തെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ഇപ്പം തീരാറൊക്കെ സീനിയറൊക്കെ ആയി. അതൊരു പ്രിൻസിപ്പിളാണ്. ഇതുകൊണ്ട് ജീവിക്കാൻ ഒക്കും. എനിക്കിന്ന് വരെ കടമൊന്നുമില്ല. ഓഫ് കോഴ്സ് ഭാര്യയും മക്കളും ഒക്കെ അതിനോട് ചേർന്ന് പോകുന്നു എന്നുള്ളത് ഇതിനകത്ത് വലിയ സംഗതിയാണ്. എനിക്കൊരു പൈസയും കടവുമില്ല. എൻ്റെ ഒത്തിരി മിച്ചമൊന്നുമില്ല. എന്നാലും ന്യായമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ എനിക്കുണ്ട്. ഞാനൊന്നും അധികം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, വീട് വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് നേരത്തെ ഒരു വീടുണ്ടായിരുന്നതൊക്കെ അവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള ടൈറ്റിൽ കിട്ടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞാനിടാതെ വരുമ്പോഴാണ് ആഖാനും അച്ഛനും ഒക്കെ ഒന്നായിത്തീരുന്നത്. ഇത് ഗൗരവമാണ്. യു മസ്റ്റ് റൺ അവേ. നീ ഇത് വിട്ട് ഓടണം. നടന്നാൽ പോരാ, ഓടണമെന്നാണ്. അപ്പോൾ ആർത്തി സംസ്കാരത്തിനൊരു ബദലാകണം ക്രിസ്ത്യൻ മിനിസ്ട്രി. നമുക്കെന്ത് മോഡൽ നമ്മുടെ പള്ളിക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ ഒക്കുന്നു? ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന പുള്ളികളിലൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവർ നമ്മളെ തിരിഞ്ഞു വല്ലതും പറയാനുള്ള കാരണം നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ബട്ട് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനെ അത് വിട്ടോടണം. ഭൗതികതയ്ക്ക് എവിടെയെല്ലാം പ്രാധാന്യം വർദ്ധിക്കുമോ അവിടെയെല്ലാം ആത്മീയത കുറയും. അത് നമ്മൾ ഗൗരവം. യേശു പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ ഒക്കത്തില്ല. വിളിച്ച ദൈവമാണോ? ദൈവം നടത്തും. അതല്ലേ വിശ്വാസം എന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളൊന്നാണ് ഈ ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നുള്ള പാട്ട്. നല്ല മനോഹരമായ പാട്ടാണ്, നമുക്ക് മിക്കവർക്കും അറിയാം. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിഡ് ദി എൻസർക്ലിംഗ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഐ ആം ഫാർ ഫ്രം ഹോം. അത് കഴിഞ്ഞുള്ള വാചകമാണ് എനിക്ക് വലിയ ഇഷ്ടം. ഐ ഡു നോട്ട് ആസ്ക് ടു സീ ദ ഡിസ്റ്റൻസ് സീൻ, വൺ സ്റ്റെപ്പ് ഇനഫ് ഫോർ മീ. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എമിഡ് ദി എൻസർക്ലിംഗ് ഗ്ലൂം, ലീഡ് ദൗ മീ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ദ നൈറ്റ് ഈസ് ഡാർക്ക്, ഐ ആം ഫാർ ഫ്രം ഹോം, ഐ ഡു നോട്ട് ആസ്ക് ടു സീ ദ ഡിസ്റ്റൻസ്. ദൂരെയുള്ളൊന്നും കാണാനുള്ള പ്രകാശം തരണമെന്നല്ല, ഒരു ചുവട് വയ്ക്കുവാനുള്ള പ്രകാശം നീ എനിക്ക് തരണം. അപ്പോൾ ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത് സാധാരണ ഒരു ജോലിയല്ല. ഇതൊരു വലിയ ടൈറ്റിൽ ദൈവം തന്നിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. We must run away from the worldly things, the desire for wealth. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. Are you ready to take that challenge? ഭൗതികമായ കാര്യങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തി തുടങ്ങുമ്പോൾ ശുശ്രൂഷ നമ്മൾക്ക് പരാജയം ഉണ്ടാകും. ആർത്തി സംസ്കാരത്തിന് ഒരു ബദൽ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇതേ ഭാഗത്തോട് ചേർന്ന് പറയാണ് റണ്ണിങ് ടു ഓർ റണ്ണിങ് ഫോർ. ഒന്ന് വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊന്നിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. 11-ാമത്തെ വാക്യത്തിൽ പിന്തുടരുക, പെർസ്യൂ. ഈ വാക്കിന്റെ അർത്ഥം ഗ്രീക്ക് കുറെ കൂടി അറിയാവുന്ന ആളുകൾ പറയുന്നത് ചേസ് ആഫ്റ്റർ സംതിങ് വിത്ത് ഇന്റൻസ് എഫേർട്ട്. അപ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചില വെർച്യൂസ് നമ്മൾ വായിച്ച ഭാഗമാണ്. ആ വെർച്യൂസ് വെറുതെ ഇരുന്നാൽ കിട്ടുന്നാൽ അത് നേടിയെടുക്കുവാൻ വേണ്ടി തീവ്രമായിട്ട് നീ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനിയും പറയാൻ പോകുന്ന ആ ലിസ്റ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം നമ്മൾ ഉയർത്തുവാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശക്തിയും സാധ്യതകളും എന്തിനു വേണ്ടിയാണ് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നത്? അല്ലേ നമ്മളുടെ എനർജി, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എനർജി, അത് സാധാരണ എനർജി ആയിരുന്നാലും ദൈവികമായ എനർജി ആയിരുന്നാലും നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം.
നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഊർജം എന്നോ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ ചോദ്യം നമ്മളുടെ മനസ്സിൽ കിടക്കട്ടെ. അപ്പോൾ ഇവിടെ റണ്ണിങ് ഫോർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓടേണ്ടത്? അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, നീതിക്ക് വേണ്ടി നമ്മൾ ഓടണം. നീതി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കിട്ടുവാനുള്ളതല്ല, കൊടുക്കുവാനുള്ളതാണ്. മീഖാ പ്രവചനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം എല്ലാവർക്കും പരിചിതമാണ്. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം, ഡു ജസ്റ്റിസ്, നീതി പ്രവർത്തിക്കുന്നതാണ്, ദയാതൽപരനായിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ മീഖാ പ്രവാചകൻ പറയുന്ന ഏറ്റവും ശക്തമായ സംഗതി നീതി കൊടുക്കുക. സോ വി മസ്റ്റ് റൺ ഫോർ ഗിവിംഗ് ജസ്റ്റിസ് ടു അതേഴ്സ്. നമ്മൾ നമുക്ക് നീതി കിട്ടുന്നതിനെ കുറിച്ചാണ് മിക്കപ്പോഴും ചിന്തിക്കുന്നത്. ന്യൂനപക്ഷ അവകാശ ധ്വംസനം ഉണ്ടാകുമ്പോൾ നമ്മൾ നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തും. അല്ലെ, നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും നീതി നിഷേധിക്കുമ്പോൾ നമുക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. ആമോസിന്റെ പ്രവചനമൊക്കെ നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആ 6-7 വാക്യങ്ങളൊക്കെ വരുമ്പോൾ, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെയല്ലയോ, ഇസ്രായേലിനെ മിസ്രൈം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീഴിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ വ്യത്യസ്ത സങ്കല്പം. നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെ, ആഫ്രിക്കക്കാരെ പോലെയുള്ളൂ, മറ്റവരെയും കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു വലിയ അവകാശമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും ദൈവമാണ്. അപ്പോൾ അവരുടെ നീതി നിഷേധിക്കപ്പെടുന്നതും ദൈവത്തിന് പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നീതിക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തുന്നത്? യേശു പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയേക്കാൾ ഉന്നതമായിരിക്കും. അപ്പോൾ നമ്മളുടെ മിനിസ്ട്രിയിൽ നമുക്ക് നീതി കിട്ടുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ശബ്ദം ഉയർത്തുന്നതിനെ കുറിച്ചല്ല, മറ്റുള്ളവർക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം നമ്മളുടെ എനർജി ഉപയോഗിക്കുന്നു, നമ്മുടെ ശക്തി നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ഊർജം നമ്മൾ ഉപയോഗിക്കുന്നു. We must run to. We must run for justice of the others. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് ഭക്തി. ഈ ഭക്തിയെക്കുറിച്ച് നമുക്കൊക്കെ ഒത്തിരി അറിയാം. അതൊന്നും ഞാൻ കൂടുതലായിട്ട് പറയാനൊന്നും ആഗ്രഹിച്ചില്ല. എന്നാൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം ഈ യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ ഉറക്കിയിട്ടുള്ള വാക്യമാണോ എന്ന് എനിക്കറിയില്ല. എവിടെ വെച്ചോ എൻ്റെ മനസ്സിൽ അങ്ങ് ഉറക്കിപ്പോയൊരു വാക്യമാണ്. എന്താണ് ഭക്തി എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്? 27-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നു,
ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകും. അപ്പം ഭക്തിയുടെ ഒരു വലിയ നിർവചനം, വളരെ ഡെപ്തുള്ള ഒരു നിർവചനമാണ് ഇവിടെ നമ്മൾ കിട്ടിയിരിക്കുന്നത്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ പോയി കാണുന്നതാണ് ഭക്തി. നമ്മുടെ മിനിസ്ട്രിയിൽ ആ ഒരു ബോധ്യം നമുക്കുണ്ടോ? അനാഥർ, വിധവമാർ, ബലഹീനർ, അവരെ തെരഞ്ഞു പിടിച്ച് അവരെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മളുടെ ഊർജം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതോ നമ്മുടെ മിനിസ്ട്രി അറൗണ്ട് ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ ധനികരായ ആളുകളെ ചുറ്റിപ്പറ്റിയുള്ള മിനിസ്ട്രിയാണോ? ഇതൊക്കെ സ്വയം നമ്മൾ വിലയിരുത്തേണ്ടത്. എത്രയോ അനാഥരും വിധവമാരും ആരും സംസാരിക്കാനില്ലാത്ത ആളുകളും നമ്മുടെ പള്ളിയിലില്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ അധികം പേരില്ലായിരിക്കാം, പക്ഷെ ആ കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ നമുക്കൊന്ന് തേടിപ്പോകാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ആത്മപരിശോധന. ഇപ്പം നമ്മുടെ ഊർജ്ജം എങ്ങോട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്? നമ്മുടെ ഊർജം പലപ്പോഴും അപ്രസക്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ പോയി കാണുന്നതാണ് ഭക്തി. ഇതിനെന്തെല്ലാം നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്ത് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും പണമൊന്നും പോയി കൊടുക്കേണ്ടി പോലും കാര്യമില്ല. നമ്മുടെ പള്ളികൾക്ക് അങ്ങനെ ഒരു മിനിസ്ട്രി രൂപപ്പെടുത്താൻ നോക്കും. അവർ ഹിന്ദു ആവാം, മുസ്ലിം ആവാം, അവർ കത്തോലിക്കരാവാം, പെന്തിക്കോസുകാരാവാം. അവരെ പോയി കണ്ട് അവരോടുകൂടെ സ്വല്പം ക്വാളിറ്റേറ്റീവ് ടൈം ചെലവഴിക്കുന്ന ഒരു ഭക്തി പ്രസ്ഥാനം നമ്മുടെ പള്ളികൾക്ക് സാധ്യമാണ്. ഇതിന് ഒത്തിരി പണമൊന്നും വേണ്ടി വരികയില്ല. നമുക്ക് ചിന്തിക്കാവുന്നൊരു സംഗതിയാണ് വാട്ട് വി ക്യാൻ ഡു. അപ്പോൾ നീതിക്ക് വേണ്ടി, ഭക്തിക്ക് വേണ്ടി നമ്മളുടെ ഊർജം നമ്മൾ ചെലവഴിക്കും. അടുത്ത വാചകം അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. അതിനേക്കാൾ നല്ല പരിഭാഷ വിശ്വസ്തത എന്നാണ് പല ചിന്തകരുടെ അഭിപ്രായം. ക്രിസ്റ്റീസ്, ഫെയ്ത്ത്ഫുൾനെസ് അല്ലെ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെയാണ് ജോൺ സ്റ്റോട്ട് ഈ ഭാഗത്ത് പരിഭാഷ അദ്ദേഹം വ്യാഖ്യാനം നൽകുമ്പോൾ പറയും. ഇപ്പോൾ ക്രിസ്ത്യൻ മിനിസ്റ്റർ വിശ്വസ്തതയ്ക്ക് വേണ്ടി, ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി അവൻ്റെ ഊർജം ചെലവഴിക്കുന്ന വ്യക്തിയായിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ആർ വി ഫെയ്ത്ത്ഫുൾ? നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ എന്തുമാത്രം വിശ്വസ്തരാണ് എന്നുള്ള ചോദ്യം. ഞങ്ങളുടെ നാട്ടിലെ പണ്ടത്തെ ഒരു അച്ഛൻ്റെ കഥ പറയാം. അപ്പം ഞങ്ങളൊക്കെ അച്ഛനാന്ന് മുമ്പത്തെ കാലം, അതുകൊണ്ട് ഞങ്ങൾക്കും കുഴപ്പമില്ല. ഈ സ്തോത്രകാഴ്ചയൊക്കെ എഴുതുമ്പോൾ ഈ 9 രൂപ കിട്ടുമ്പോൾ അച്ഛൻ 6 രൂപയെന്ന് എഴുതത്തുള്ളൂ. അപ്പം കുറേ കഴിഞ്ഞപ്പം കമ്മിറ്റിക്കാർ കണ്ടുപിടിച്ച് അച്ഛൻ ഈ 9 രൂപ കിട്ടുമ്പം 6 രൂപ എന്നാണ് എഴുതുന്നത്. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഈ പരിപാടി എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ദൈവം മുകളിൽ നോക്കുമ്പോൾ 6 അല്ല 9 പോലെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. നമ്മൾ എന്തുമാത്രം വിശ്വസ്തരാണ്, എന്തുമാത്രം നമ്മൾ അക്കൗണ്ടബിളാണ് ചിന്തിക്കണം. ആരെങ്കിലും കണ്ടുപിടിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വി മസ്റ്റ് ബി അക്കൗണ്ടബിൾ, വിശ്വസ്തരായിരിക്കണം. ആ വിശ്വസ്തത ഒരിക്കലും ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത്.
ഏത് ചെറിയ കാര്യം ഏൽപ്പിച്ചാലും നമ്മൾ അതിൽ വിശ്വസ്തരായിരിക്കും. അവിടെയാണ് ക്രിസ്ത്യൻ മിനിസ്റ്റർ വ്യത്യസ്തത. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വിശ്വസ്തരായിരിക്കും. പിന്നെ നമ്മൾ ഓടേണ്ട മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചാണ്. CSIക്കാർക്ക് എല്ലാവർക്കും ഈ സ്നേഹത്തെക്കുറിച്ച് നല്ല വിവരമുള്ളവരാണ്. അച്ഛന്മാർക്ക് വളരെ കൃത്യമായിട്ടറിയാം. കാരണം നമ്മുടെ കമ്മ്യൂണിയൻ സർവീസ് 24 ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മളങ്ങോട്ട് പറഞ്ഞു തുടങ്ങും. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാം. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയിൽ സകല ന്യായപ്രമാണം പ്രവാചകന്മാരും ഒക്കെ അതിലടങ്ങിയിരിക്കും. ഇവിടുത്തെ മലയാള പരിഭാഷയിൽ തന്നെ ഒരു കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നോക്കാമെങ്കിൽ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ലവ് യുവർ നെയ്ബർ ആസ് യുവർസെൽഫ്. മലയാളത്തിൽ വന്നപ്പോൾ അത് എന്തോ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കും. അവിടെ ട്വിസ്റ്റുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൂട്ടുകാരനാക്കിയിട്ട് അവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് അയൽക്കാരൻ. നമ്മൾ അനുവാദം കൂടാതെ പോലും നമ്മുടെ അയൽക്കാരനായിരിക്കുന്ന വ്യക്തിയെ നമ്മളേതുപോലെ തന്നെ സ്നേഹിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ 10 കൽപ്പനയും 2 കൽപ്പനയും എല്ലാം കൂടെ മാറ്റി ഒറ്റ കൽപ്പനയാകും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. ഈ പുതിയ കൽപ്പന നമ്മളൊക്കെ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ചോദ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ചലഞ്ചാണ് ഇവിടെ നമുക്കുന്നത്. വി മസ്റ്റ് റൺ ഫോർ, വി മസ്റ്റ് റൺ ടുവേഴ്സ്. ഇതിലേക്ക് നമ്മൾ ഓടണം. എവിടെയെങ്കിലുമൊക്കെ സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾക്ക് പാളിച്ചകളുണ്ടായെങ്കിൽ ഈ ലെൻഡ് ഈസ് എ ടൈം ടു മെൻഡസ്. അച്ഛന്മാരിടയ്ക്ക് അങ്ങനെ ഒരു അകൽച്ചയുണ്ടെങ്കിൽ ഈ റിട്രീറ്റിൽ ഇത് കഴിയുമ്പോൾ ആ പൊട്ടിയ കണ്ണികൾ തിരുത്തപ്പെടുന്നെങ്കിൽ ഇത് അർത്ഥവത്ത. ലെൻഡ് ഈസ് എ ടൈം ടു മെൻഡസ്. വീണ്ടും പറയുന്നു, ക്ഷമ സഹിഷ്ണുതയാണ് കുറെ കൂടെ നല്ല വാക്ക് എന്ന് അഭിപ്രായപ്പെടുന്നു. വീണ്ടും പറയുന്നു സൗമ്യത, ജെന്റിൽനെസ്. ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ എപ്പോഴും നിസ്സംഗരായിരിക്കുക എന്നാണോ എന്നെനിക്കറിയില്ല. മറിച്ച് എൻ്റെ ചിന്തയിൽ നമ്മുടെ നേരെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ മറ്റുള്ളവർ ഉണ്ടാക്കുമ്പോൾ നമ്മളെ സ്വയം നിയന്ത്രിക്കുകയും എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്യുന്നതാണ് സൗമ്യത. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആദ്യമേ പാടി പഠിക്കുന്ന പാട്ട് യേശു സൗമ്യവാൻ എന്നൊരു പാട്ട്. അപ്പോൾ യേശു സൗമ്യവാനാണെങ്കിൽ ഇതാ ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നേരെ അറ്റാക്കൊക്കെ വന്നപ്പോൾ യേശു വളരെ കൂളായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ യേശു വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടു. അവിടെയാണ് യേശു ചാട്ടുവാറൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ചലഞ്ച് ഈ സൗമ്യതയ്ക്ക് വേണ്ടി നമ്മളുടെ ഊർജം ചെലവഴിക്കും. ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ചലഞ്ച്. മൂന്നാമത്തെ സംഗതി കമ്മീഷനാണ്. ദ കമ്മീഷൻ, ചാർജ്, കോൾ, ചലഞ്ച് ആൻഡ് കമ്മീഷൻ. ഞാൻ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഓടിച്ചു പറയാം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ പലപ്പോഴും
പോർ പൊരുതാറുണ്ട്, പക്ഷേ കമ്മിറ്റിക്കകത്തൊക്കെയാണ്. ഈ വിശ്വാസത്തിന് നല്ല പോർ പൊരുതുന്നുണ്ടോ നമ്മൾ? സ്പിരിച്വൽ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. പണ്ടൊക്കെ നമ്മൾ ഈ ഹെറസിയെ കുറിച്ച് ഒത്തിരി ചരിത്രത്തിൽ വായിച്ചു. ഹെറസി, ഇപ്പൊ ഹെറസിയുണ്ടോ? ഇപ്പൊ ഹെറസിയേ ഇല്ല. പോസ്റ്റ് ട്രൂത്ത് ആയതുകൊണ്ട് എല്ലാറ്റിനെയും നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിന് വേണ്ടി നല്ല പോർ പൊരുതുക എന്ന് പറയുമ്പോൾ where we stand, നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ശ്രമിക്കുന്നു, നമ്മൾ എവിടെയാണ്, എന്താണ് നമ്മുടെ കോർ ഫെയ്ത്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് അച്ഛന്മാർക്ക് തന്നെ പലപ്പോഴും സംശയം. അപ്പോൾ നമ്മളവിടെ ആടി ഉലയുന്ന ഒരനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത. അപ്പം അതിനുവേണ്ടി നമ്മൾ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന കമ്മീഷൻ, നിയോഗം അതാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ഫൈറ്റിംഗ് ഈസ് ഓൾവേസ് എ റിസ്കി ബിസിനസ്. പക്ഷെ ആ റിസ്ക് എടുക്കുവാൻ വേണ്ടിയാണ് നമ്മളുടെ നിയോഗം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. തീമോഥെയോസിന് നിത്യജീവൻ്റെ അനുഭവമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഗതിയാണ്. ഏക സത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിയുക എന്നുള്ള വേദപുസ്തകത്തിൻ്റെ പ്രയോഗത്തിൽ പലപ്പോഴും ഒരു ഡീപ്പർ നോളജാണ്. ആഡം ന്യൂ ഈവ്, മലയാളം ചെയ്തിരിക്കുന്ന ആദാ ഹൗവയെ പരിഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു വലിയ ഇൻറ്റിമസി, ആ ഒരു വലിയ ആഴമേറിയ അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഏക സത്യതയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് തീമോഥെയോസ് ഈ അനുഭവമുള്ള വ്യക്തിയോട് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും നീ കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അവിടെ നമുക്ക് നൽകുന്നത്. നമുക്കെല്ലാവർക്കും ഒത്തിരി അറിവുള്ളവരാണ്, എല്ലാവരും ആരും മോശക്കാരാണെന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ ഇനിയും നമുക്ക് കുറേ കൂടെ ആഴത്തിലേക്ക് പോകേണ്ട ആവശ്യം, കൂടുതൽ നമ്മൾ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ യേശുവിനെ പോലെ ആയിത്തീരുവാൻ ശ്രമിക്കും. ഒരു ക്രിസ്തീയ ശുശ്രൂഷ എന്ന നിലയ്ക്ക് നമ്മൾ യേശുവിനെ കുറേ കൂടി ആഴത്തിൽ അറിയുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവവും രീതികളും ഒക്കെ നമ്മുടെ ശുശ്രൂഷകൾ കൂടുതൽ വ്യാപിക്കും. അതാണ് നമ്മളുടെ മുമ്പിലുള്ള കമ്മീഷൻ. നമുക്കെല്ലാം അറിയാം, ഒത്തിരി എക്സ്പീരിയൻസിലൂടെ നമ്മൾ വന്നതാണ്. എന്നാൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പന്നിയും ആടും നമുക്കറിയാവുന്ന രണ്ട് മൃഗങ്ങളാണ്. പന്നി ചള്ളയിൽ, ചെളിയിൽ, ചേറിൽ വീണാൽ അവിടെ തന്നെ കിടന്നങ്ങ് എൻജോയ് ചെയ്യും. എന്നാൽ ആട് ആ ചെളിയിലോ ചേറിലോ ഒക്കെ വീണു പോകാം. പക്ഷെ വീണു പോയാൽ എത്രയും പെട്ടെന്ന് ചാടി ഒരു ഉണങ്ങിയ പ്രദേശത്ത് വന്ന് നിൽക്കാൻ ശ്രമിക്കും.
നമ്മളെല്ലാം വീണു പോകാം. ആരാ വീഴാത്തത്? പക്ഷെ കറക്റ്റ് ചെയ്യാൻ, എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് യേശുവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം യേശുവുമായിട്ട് നിരന്തരം കണക്റ്റഡായിരിക്കും. നമ്മൾ തള്ളപ്പെടുന്ന സമയം കാണാം, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവാം. ആ സന്ദർഭങ്ങളിലെല്ലാം നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടുള്ളൊരു ഡീപ്പ് ഫെലോഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ നിയോഗം എന്ന് പറയും. ആ നിയോഗം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.